കൊഴുക്കട്ട നാടൻ അരി വെച്ചിട്ട് മെഴുകുതിരി വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. മധുരം ചേർക്കാതെ തേങ്ങായും ജീരകവും കൂടി ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ അരിയൊന്ന് അരച്ചെടുക്കുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. പണ്ട് ആട്ടുകല്ലിലിട്ട് ആക്കിയെടുക്കുമ്പം അത്രയും പാടില്ലായിരുന്നു തോന്നുന്നു. മിക്സിയിലരിക്കുമ്പം മിക്സി സ്റ്റക്കാകും ഇടയ്ക്കിടയ്ക്ക്. കാരണം ആദ്യം നമ്മൾ വെള്ളം ചേർത്ത് വിടാറും. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ആദ്യം അരി നല്ലപോലെ കുടിക്കണം. ഇൻഫാക്റ്റ് 12 മണിക്കൂർ വരെ അരി കുതിർത്തെടുക്കണം. അപ്പം നല്ല സോഫ്റ്റ് ആകും കൊടുക്കുന്നത്. ഈ അരി നമ്മൾ ഇതുപോലെ വെള്ളം എന്താ പറയുന്നത് സ്ട്രെയിൻ ചെയ്ത് ചെയ്തിട്ട് വെള്ളം മൊത്തം റിമൂവ് ചെയ്യണം. ചെയ്തിട്ട് ഇതിന് കുറച്ചിട്ട് നന്നായിട്ട് പൊടിക്കും. ഉണങ്ങണമെന്നേ ഈ അരി വെള്ളം സ്ട്രെയിൻ ചെയ്യണമെന്നേ ഉള്ളൂ, മാറ്റണമെന്നേ ഉള്ളൂ. അരിക്ക് ഉണക്കണ്ട. വെള്ളം ചേർക്കാൻ നമുക്കിത് അരയ്ക്കാൻ പറ്റില്ല. വെള്ളം ചേർക്കാൻ നമുക്ക് പക്ഷെ പൊടിക്കാം. അപ്പം നല്ലപോലെ പൊടിക്കുക. ചെറിയ തരി നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ അത് പൊടിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ പൊടിക്കാൻ ശ്രമിക്കാവുന്നത്ര. നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് തരിയുണ്ട്, വേണം അങ്ങനെ പിടിച്ച് നോക്കാൻ ചെറിയ തരിയുണ്ട്. പക്ഷെ ഒറ്റയടിക്കടിച്ച് നമുക്ക് എളുപ്പം തന്നെ ഇത് അരച്ചെടുക്കുക. അതേസമയം ഇത്രയും നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ മിക്സി 10 പ്രാവശ്യം നിൽക്കും. എന്താണെന്ന് വെച്ചാൽ വെള്ളം കുറവായതൊന്ന് സ്റ്റക്കാകും. വെള്ളം ഫുള്ളൊഴിച്ചാൽ വെള്ളമായിപ്പോൾ അപ്പോഴും നമുക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക്, അതായത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഉണക്കാതെ തന്നെ നമുക്ക് മിക്സിയിൽ ആദ്യം നല്ലപോലെ പൊടിച്ചെടുക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും പൊടിച്ചെടുക്കും. പിന്നെ പൊടിക്കുമ്പോണ്ടേ ചുറ്റിനും പൊടിയാത്ത അരി, നെടിയരി പറ്റിയിട്ടുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും പുളിച്ച് എന്തെങ്കിലും നല്ലപോലെ ചുറ്റും ഇറക്കിയിട്ട് കൊടുത്തിട്ട് പൊടിക്കണം. എന്തെങ്കിലും തവി വെച്ചിട്ട് നല്ലപോലെ 4 വശത്തിന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ 4 വശത്ത് അരയാത്ത പൊടിയാത്ത അരി പിടിച്ചിരിക്കണം. അതുപോലെ അരിഞ്ഞ് തോന്നി പെട്ടെന്ന് എടുക്കരുത്. ഇത്തിരി അടിച്ചു കൊടുക്കണം. ഇല്ല അതിനൊരു സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. ഏകദേശം നല്ലപോലെ പൊടിഞ്ഞു. എല്ലാ അരിയും നമ്മൾ പൊടിച്ചെടുക്കുന്നു. എത്ര എളുപ്പം നമ്മളത് പൊടിച്ചെടുക്കും. ആ സമയത്തൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സ്റ്റക്കായിട്ട് പല പ്രാവശ്യം നമ്മൾ വെള്ളം കൂട്ടി ഒഴിക്കുകയും ചെയ്യും. എല്ലാം പൊടിച്ചിട്ടുണ്ട്. ഞാൻ 3 ഗ്ലാസ് അരി കുതിർത്താണ്. ഇത് എത്ര ഉണ്ടാക്കിയാലും ഇത് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പെട്ടെന്ന് തീരും. ചായയുടെ കൂടെ ഒക്കെ രാവിലെ വൈകിട്ടും എല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇച്ചിരി ഉണ്ടാക്കി വെക്കുകയാണ്. എന്നൊന്നും ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടുതലുണ്ടാക്കി വെക്കും. 1-2 ദിവസം ചിലപ്പോൾ കാണും വെച്ച് കേടാവില്ല. അരി പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ
ഇതുപോലെ ഇതിന് വേണ്ടത്ര തേങ്ങ എടുക്കണം. ഇതിനൊരു ഒരു തേങ്ങയും ഒരു തേങ്ങയുടെ പകുതിയും കൂടി ഏറ്റവും കുറഞ്ഞത് എടുക്കണം. 1.5 തേങ്ങ ഇത്രയും അരിക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഏകദേശം 1 മുറി തേങ്ങ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് അതിലും കൂടുതൽ ചേർക്കാം. ഒട്ടും ഒഴിക്കാൻ മേത്തത് എന്ന് പറഞ്ഞാൽ 1 മുറി തേങ്ങ മിനിമം നമുക്ക് 1 ഗ്ലാസ് അരിക്ക് വേണം. തേങ്ങ കൂടുതൽ ചേർക്കുന്ന ടേസ്റ്റാണ്. തേങ്ങാനും നമുക്കിതുപോലെ പൊടിച്ചെടുക്കാം. 1 തേങ്ങ, ഒരു തേങ്ങയും അരമുറി വരും. ഇങ്ങനെയൊക്കെ ഞാൻ പൊട്ടിയെടുക്കണം. ഗ്രേറ്റ് ചെയ്തിട്ടാണെങ്കിൽ എടുക്കാൻ നോക്കാം. ഒരു കിലോ ഏകദേശം അരിയുണ്ട്. 3 ഗ്ലാസ് അരി എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോ ഉണ്ട്. ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. ഇത് വേണ്ട ചേർത്താൽ മതി. കുരുമുളക് ഞാൻ 1 സ്പൂൺ ഇടുന്നുണ്ട്. നിർബന്ധമില്ല. മുക്കാൽ ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് തേങ്ങയാണ്. അതിലേക്ക് നമ്മളൊരു 1/2 കപ്പോളം ഈ അരി ചേർത്ത് ഒന്നുകൂടെ അതുപോലെ കൊടുക്കും. ഞാൻ തടിത്തവിയാണ് ഉപയോഗിക്കുന്നത്. മിക്സിയുടെ അകത്ത് ഒന്ന് മിക്സിയുടെ നമുക്കൊരു സ്പൂണ് കിട്ടാറുണ്ട് മിക്സിയുള്ള പ്ലാസ്റ്റിക്. ഇനി അത് ഉപയോഗിക്കണം. അല്ലെ ഏതെങ്കിലും തടിയിൽ തവി വെച്ചിട്ട് പണ വെച്ചിട്ട് ചെയ്യാം. ഇത് കൊടുത്തിട്ടുണ്ടല്ലോ. തേങ്ങയും ജീരകവും കുരുമുളക് ഇട്ടിട്ടുണ്ട്. വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്യാം. ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ പൊടിച്ചിട്ടുണ്ട്. അരക്കരുത്, അരി വേണം ഇതിനകത്ത്. ഇത് വെച്ചിട്ട് ഇതിനകത്ത് ഇത്തിരി പൊടിയിട്ടിട്ട് നമ്മൾ ഒന്ന് ചേർത്തിട്ട് ഇത് ചെയ്യേണ്ടത് ഈ പൊടിയുടെ കൂടെ ചേർത്തിട്ട് നല്ലപോലെ അല്പം ചൂടുവെള്ളവും ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് കൈകൊണ്ട് ഞെരടി നമ്മളിത് നല്ലപോലെ മയപ്പെടുത്തണം. കാരണം ഇത് അരയേണ്ട സാധനം അരച്ചിട്ടില്ല. നമ്മൾ വെള്ളം ചേർത്താൽ കൈകൊണ്ട് അത് നല്ല കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് നല്ലപോലെ ഞെരടി ഇത് മയമാക്കിയത്. ചൂടുവെള്ളമാണ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഒഴിച്ച് നമുക്ക് ഇളക്കാം. പാത്രം ഇത്തിരി ഇതിലും വലിയ പാത്രൻ്റെ അങ്ങനെ ഇളക്കുന്ന സൗകര്യത്തിൽ മാറ്റിയിട്ടുണ്ട്. അരച്ചെടുത്തിരിക്കുന്ന തേങ്ങ, ജീരകം, കുരുമുളക്, തേങ്ങയോടൊപ്പം കുറച്ച് പൊടിച്ച അരിയും ചേർത്ത് നമ്മൾ ഒന്ന് നല്ലപോലെ പൊടിച്ചെടുത്താണ് എല്ലാം കൂടെ. ഇനി ചേർക്കേണ്ടത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ ഞെട്ടി കുഴച്ചെടുക്കണം. ഇല്ല പിന്നെ അരിക്ക് സോഫ്റ്റ്നെസ് കിട്ടുന്നില്ല. ഇടയ്ക്ക് നല്ല ചൂടുവെള്ളമാണ്. ഞാൻ ഇച്ചിരി
തണുത്ത വെള്ളം കൂടെ മിക്സ് ചെയ്യണം. കുറച്ച് തണുത്ത വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട്. വെള്ളമൊക്കെ അടിക്ക് ഒഴിക്കാതെ നമുക്കിത് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കണം. ആദ്യം തേങ്ങയും ഇതെല്ലാം കൂടെ നല്ലപോലെ ആദ്യം ഒന്ന് ഇടകാക്കി. കാരണം ഉപ്പ് അടിച്ചിരിക്കുന്ന തേങ്ങയോടൊപ്പമാണ്. തേങ്ങയ്ക്ക് ഉപ്പുള്ളാക്കി അരിക്കൊക്കെ പിടിക്കുക. നല്ലപോലെ നമ്മൾ അതിൻ്റെ കൂടെ മിക്സ് ആക്കണം. ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല കൊഴുക്കട്ടയ്ക്ക് ഇപ്പോഴും ഇട്ടെന്ന് പരുവാൻ തോന്നും. പക്ഷേ അല്ല, നല്ല സോഫ്റ്റാക്കി എടുക്കണം. ഇത്തിരി ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ആദ്യം മിക്സ് ചെയ്യാം. ആദ്യം കുറേ വെള്ളമുണ്ട് ഇത്തിരി ആവശ്യം എടുത്ത് കുറച്ചൊരു ഗ്ലാസ്സിലും നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഒരു ഗ്ലാസ്സിൽ വെച്ച് കുറച്ചുണ്ടാക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള കുറച്ചുള്ളവർക്ക് അത്ര ഉണ്ടാക്കിയ ആവശ്യമുള്ളൂ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞങ്ങളുടെ വീട്ടിൽ നല്ല ഡിമാൻഡ് തന്നെയാണ്. ഉണ്ടാക്കി വെച്ചിരുന്ന ചായയുടെ കൂടെ വലിയ ഇഷ്ടമാണ് കഴിക്കാൻ. ഒരു തരത്തിൽ നോക്കിയാൽ എണ്ണയിൽ പൊരിച്ച് കഴിക്കുന്നതിനെക്കാട്ടി എത്രയും നല്ലത് സ്നാക്സായിട്ട് കൊടുക്കട്ട. സ്റ്റീമിലായതുകൊണ്ട് ശരീരത്തിന് നല്ലതുമാണ്, രുചിയാണ്. പിന്നെ കൊഴുക്കട്ട പഞ്ചസാര വെച്ചും ശർക്കര വെച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കും. അത് മധുരം വേണം. ഇത് മധുരമില്ലാത്ത പിള്ളേർക്ക്, ചില പിള്ളേർ, എൻ്റെ മോന് മധുരമില്ലാത്ത കൂടുതൽ ഇഷ്ടം. മധുരം സാധനങ്ങളെല്ലാം മധുരം കുറഞ്ഞതാണ്. നല്ലപോലെ നേരിട്ട് കുറച്ചെടുക്കണം. ആട്ടുകല്ലുണ്ടെങ്കിൽ ആട്ടുകല്ലിൽ അരച്ചെടുക്കുന്നത് ഏറ്റവും നല്ലത്. അതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ്. ഞങ്ങൾ കൊച്ചിലെ ഒത്തിരി ആട്ടുകളിൽ അരച്ചിട്ടുണ്ട്. ഇതിലെ കൊച്ചു കല്ലമ്മ, കൊച്ചു ആട്ടുകല്ലും അരകല്ലുമായിരുന്നു മേടിച്ചിരുന്നു. ഞങ്ങൾക്ക് കൊച്ചിലെ തൊട്ടേ അതിൽ അരയ്ക്കാനൊരു പ്രയാസമില്ലായിരുന്നു. ഇച്ചിരി വെള്ളം ചേർക്കാൻ ഞാൻ വെള്ളം വലിയ ഒരുപാട് ആവശ്യമൊന്നും തോന്നുന്നില്ല. പക്ഷെ വേണം, ഡ്രൈ ആകുമ്പോൾ ശകലം നെയ്യ് ചേർക്കുന്നുണ്ട്. അതായത് മയമായിട്ടിരിക്കും. നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഡ്രൈനെസ് തോന്നുന്നില്ല. ഇച്ചിരി നെയ്യ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നെയ്യ് കൂടെ എടുത്തുകൊണ്ട് വരക്കാം. ആദ്യം ഒഴിക നെയ്യാണ്. 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ശുദ്ധമായിട്ടുള്ള പശുവിൻ്റെ നെയ്യാണ്. നമ്മൾ അവിടെ പടയാൻ ഇച്ചിരി പാടില്ല. നമുക്കിത് നെയ്യെല്ലാം ഉണ്ടാക്കി ഇത് ഉപ്പ് ഇച്ചിരി കുറവായിരിക്കും. ഞാൻ ഉപ്പ് 3/4 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. എനിക്ക് തോന്നിച്ചിട്ട് ഉപ്പ് ആവശ്യം വരും. ശകലം കൊടുത്ത് ചേർക്കാം. കൂടെ ചേർത്താണ് ഒഴിച്ച് വെള്ളം സോഫ്റ്റ് ആയിട്ടുണ്ടില്ല. അത് ചേർത്ത് നല്ലപോലെ ഇളക്കണം. 4 വശത്തുനിന്നും നല്ലപോലെ ഇനിയും വെള്ളം വേണം. തണുപ്പത്തോന്നും നമുക്ക് ഓക്കെയാണ്. പക്ഷേ വെള്ളം വേണം. ഇത് പിന്നെ ഡ്രൈ ആയിട്ട് ഈ ലെവലിൽ നല്ലപോലെ കുഴച്ചിട്ട് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കണം.
1 കപ്പ് വെള്ളം എടുത്തതാണ്. വെള്ളത്തിൻ്റെ 1/4 കപ്പിന് കുറച്ച് ബാക്കിയുണ്ട്, ബാക്കി ഒഴിച്ചിട്ടുണ്ട്. അത് കുറേശ്ശായിട്ടാണ് ഒഴിച്ചത്. വളരെ നേരം ഒരു 10 മിനിറ്റോളം ഞാൻ കുഴച്ചതാണ്. സത്യത്തിൽ ശരിക്കും ക്ഷീണിച്ചു. ഇത്തിരി കൂടുതലാണല്ലോ, അതുകൊണ്ടാണ് കുറച്ചാകുമ്പോൾ ഇത്രയും പാടെടുത്തിട്ടില്ല. സാധാരണ ഞാൻ മാക്സിമം 2 ഗ്ലാസ് അരിക്കാണ് ഉണ്ടാക്കാറ്. ഈ പ്രാവശ്യം ഞാൻ 3 ഗ്ലാസ് എടുത്തു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. മെയിനായിട്ട് ആ തേങ്ങ എല്ലാ ഭാഗത്തും വെക്കണം. തേങ്ങ, നെയ്യ്, ഉപ്പ് എല്ലാം എല്ലാ ഭാഗത്തും വെക്കണം. അപ്പോൾ നല്ലപോലെ ഇളക്കി നിറച്ച് നമ്മൾ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. കുറച്ച് അരിയുള്ളെങ്കിൽ മിക്സിയിൽ തന്നെ അടിച്ചങ്ങ് എടുത്താൽ മതി. ഇത്രയും പാടുപെടേണ്ട ആവശ്യമില്ല. ഞാൻ അരി കൂടുതലെടുത്തുകൊണ്ട് പോകും. ഇത്തിരി കൂടുതൽ പഠിക്കുന്നുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കുന്നതിന് ഈസിയാണ്. ഉരുട്ടി നോക്കാം. ഇങ്ങനെ കുടിയുന്നുണ്ട്. എൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം അതിന് ആവശ്യമാണ്. ഏതായാലും എല്ലായിടത്തും 4 ഭാഗത്തും നല്ല കൊണ്ട് ഉരുട്ടി എടുക്കുമ്പോൾ അത് സോഫ്റ്റ്നെസ് ഉണ്ട്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇതാണ് അതിൻ്റെ കഴിവാണ്. സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇത് കൊച്ചുരുളയാക്കി ഫിൽ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെറിയ ഉരുളയാക്കണം, കാരണം ഇത് വേണം. നമുക്ക് തിരികൊണ്ടുമൊക്കെ ഒരുപാട് സമയം കൊടുക്കണം. ഇതേ ഉരുളയുടെ പരുവത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 20 മിനിറ്റ് കൊണ്ട് നിർത്താം ഗ്യാസ്. പിന്നെ അരി പച്ചയാണല്ലോ, അരി വേവിച്ചല്ലല്ലോ. കൊച്ചുരുളയാണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും. വെച്ചിട്ട് ഞാനിത് കൂടുതൽ വൃത്തിയല്ല, വെള്ളം എടുത്ത് വെക്കാൻ പോവാണ് സ്റ്റീമിന്. വെള്ളത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പില്ല സ്റ്റീമറിൽ ഇളക്കാൻ.
ഏകദേശം 34 എണ്ണം ഞാൻ ഇതേ അളവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 35 എണ്ണത്തിൻ്റെ മാവുണ്ട്. 2-3 പേരുള്ള 4 പേരുള്ള രീതിയിലേക്ക് ഫിഷുമായിട്ട് കഴിക്കാനുള്ളതുകൊണ്ട് ഇതുപോലെ ഇനി നമുക്ക് സ്റ്റീമറിൽ വെക്കാം. വെള്ളം ചൂടാക്കണം. വെച്ചിട്ടുണ്ട്. 20 തൊട്ട് 25 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അളവ് കൂടുതലുണ്ട്. നല്ലപോലെ സ്റ്റീമാണ് കൂടുതൽ. എല്ലാവരും ഇത് ഉണ്ടാക്കണം. നല്ലൊരു സാധനമാണ്. സ്റ്റീം ചെയ്യുന്നതാണ്. ഇത്തിരി നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് വേണ്ടാത്തവർ അവോയ്ഡ് ചെയ്യാം, ഇഷ്ടമല്ലാത്തവർ. പക്ഷേ എല്ലിനും ഒക്കെ വളരെ നല്ലൊരു സാധനമാണ് നെയ്യ്. പ്രത്യേകിച്ച് കശ്മീരി നെയ്യ് ആയുർവേദത്തിലും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നെയ്യ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എണ്ണ വേണ്ട എന്ന് പറയുന്നവർക്ക് നെയ്യ് കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് മാത്രം, ഡോക്ടറുടെ അഡ്വൈസോടുകൂടി മാത്രം നെയ്യ് വേണ്ട, എണ്ണ ഉപയോഗിച്ചുകൂടാ എന്നുള്ളവർ, കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക. അതർവൈസ് നെയ്യ് വളരെ നല്ലതാണ്. കുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കായാലും എല്ലിന് വെള്ളം കിട്ടാൻ ഏറ്റവും നല്ലൊരു ദിവസമാണ്. അതിതൊന്ന് വെച്ചിട്ടുണ്ട്. കൊടുക്കുക, നല്ല രീതിയിൽ കൊടുക്കുക. സോഫ്റ്റ് ഒരു ടേസ്റ്റ്. പാകത്തിന് ഇച്ചിരി നല്ല മസാല, ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി കുരുമുളകിൻ്റെ ടേസ്റ്റും ഒക്കെ നല്ലതുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭക്ഷണം, വളരെ ശരീരത്തിന് വളരെ നല്ലൊരു ആഹാരമാണ് സ്റ്റീമിൽ കൊടുക്കട്ടെ. അതെല്ലാം അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർക്കൊക്കെ അത് കഴിക്കാറുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.